ഹായ്, എല്ലാവർക്കും സ്വാഗതം. സ്പോക്കൺ ഹിന്ദിയുടെ നമ്മുടെ 18ാമത്തെ ക്ലാസ്. ഇന്നത്തെ ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഒരു ഒരു ശബ്ദമാണ്. ആ ശബ്ദം നിങ്ങളെപ്പോഴും ഉപയോഗിക്കുന്ന ശബ്ദമാണ്. ഓക്കെ, ഒരു സാധനം, ഒരു വണ്ടി. ഓക്കെ, നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നതാണ് വണ്ടി. അത് ബൈക്ക് ആയിക്കോട്ടെ, വണ്ടിയായി ട്രെയിൻ ആയിക്കോട്ടെ, അല്ലേ? നമ്മുടെ മീൻസ് ദൈനംദിനത്തിൽ എപ്പോഴെങ്കിലും ബസ്, അല്ലേ? ബസ്സിൽ കയറാത്ത ആൾക്കാരില്ല, അല്ലെ ട്രെയിനിൽ കയറാത്ത ആൾക്കാരില്ല, അതുപോലെ ബൈക്ക് ദിവസം ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾക്ക് ഒരു കോമൺ ആയിട്ട്, ഓക്കെ, ജീവിതത്തിൽ ഒരു കോമൺ ആയിട്ട് ഒരു ഗാഡി, അല്ലേ? ഗാഡി, ട്രെയിൻ, ഉഠാൻ, ഇതൊക്കെ വന്നാൽ എന്താണ് പറയുക? ഇതൊക്കെ എന്താണ്? ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. നമ്മൾ അതൊരു സ്ത്രീയാണെന്ന് വിചാരിച്ച് സംസാരിച്ച് നോക്ക്. ഇത്രേ ചെയ്യണ്ടു. അതൊരു സ്ത്രീയാണെന്ന് വിചാരിച്ച് നിങ്ങൾ സംസാരിച്ച് നോക്ക്. അപ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും, ഇങ്ങനെയാണ് ഇത് സംസാരിക്കേണ്ടത്. നിങ്ങൾ പറഞ്ഞു നോക്ക്. ഇപ്പോൾ ഞാൻ വണ്ടി ഓടിക്കുകയാണെന്ന് പറയുമ്പോൾ നമ്മൾ ഈ മാത്രയിൽ തുടങ്ങരുത്. അതിപ്പോൾ സ്ത്രീ ആണെങ്കിൽ ഈ മാത്രയിൽ തുടങ്ങും, അല്ലാത്ത രീതിയിലുള്ള ക്ലാസ്. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, മേ ഗാഡി ചലാ രഹാ ഹൂം. ഇതൊരു മെയിൽ പറയുമ്പോൾ മേ ഗാഡി ചലാ രഹാ ഹൂം, അല്ലേ? ഞാൻ വണ്ടി ഓടിക്കുകയാണ്. മേ ഗാഡി ചലാ രഹാ ഹൂം, മേ ഗാഡി ചലാ രഹാ ഹൂം. അത് നമ്മൾ നാടനായിട്ട് പറയുമ്പോൾ, നാടൻ ഭാഷയിൽ പറയുമ്പോൾ മേ ഗാഡി ചലാ രഹാ ഹൂം എന്നുള്ളതാണ് നമ്മൾ മേ ഗാഡി ചലാരം എന്ന് പറയുന്നത്. ഓക്കെ, സ്ത്രീ പറയുമ്പോൾ മേ ഗാഡി ചലാരിയും, ठीक है, मैं गाड़ी चला रही हूँ, मैं गाड़ी चला रही हूँ. ഓക്കെ, ഞാൻ വണ്ടി ഓടിക്കുകയാണ്. അതിപ്പോൾ വണ്ടി ഏതും ആയിക്കോട്ടെ, ബൈക്ക് ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, ബസ് ആയിക്കോട്ടെ, ലോറി ആയിക്കോട്ടെ, ജീപ്പ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എന്താ പറയുക, ഗാഡി എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഗാഡി എന്ന് പറഞ്ഞാൽ എല്ലാ ഇനവുമായി. അപ്പോൾ ഞാനിപ്പോൾ വണ്ടി ഓടിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മേ ഗാഡി ചലാ രഹാ ഹൂം എന്ന് പറയും ഒരാൾ പറയും. ഒരു സ്ത്രീ പറയുമ്പോൾ മേ ഗാഡി ചലാ രഹി ഹൂം എന്ന് പറയും. അപ്പോഴവിടെ ഗാഡീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ കർത്താവിന് പ്രാധാന്യം വെച്ചിട്ടാണ്. സകർമ്മക അകർമ്മകൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഇത് സകർമ്മകാണ്, ഇത് അകർമ്മക ക്രിയയാണ്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വന്നത്. ഓക്കെ, നമുക്ക് അതിലേക്കൊന്നും പോണ്ട. നിങ്ങൾ എത്രമാത്രം വിചാരിക്കുക അതൊരു സ്ത്രീ ശബ്ദമാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ സംസാരിച്ചു നോക്ക്. മേരി ഗാഡി, ഈ ഗാഡി ഒരു സ്ത്രീലിംഗ ശബ്ദമാണല്ലേ? അതുകൊണ്ടാണ് മേരി ഗാഡി എന്ന് വന്നത്. ഓക്കെ, മേരി ഗാഡി. ഓക്കെ, മേരി ഗാഡി കഹാ ഹെ, എൻ്റെ വണ്ടി എവിടെ? നിങ്ങളിനി മേരാ ഗാഡി എന്ന് പറഞ്ഞ് പഠിക്കരുത്. ഓക്കെ, മേരി ഗാഡി കഹാ ഹെ, എൻ്റെ വണ്ടി എവിടെ? മേരി ഗാഡി കഹാ ഹെ, എൻ്റെ വണ്ടി എവിടെ? മേരി കാർ കഹാ ഹെ, ഗാഡിക്ക് പകരം കാർ ഉപയോഗിച്ചോളൂ. മേരി കാർ കഹാ ഹെ, മേരി ബൈക്ക് കഹാ ഹെ, അപ്പോൾ മേരി ബസ് കഹാ ഹെ. അപ്പോൾ ഗാഡി, ബസ് എന്ത് വന്നാലും ശരി മേരി അങ്ങ് ഉപയോഗിച്ചോ. മേരിക്ക് പകരം തേരി. ഓക്കെ, നമുക്ക് നോക്കാം അടുത്ത എക്സാമ്പിൾ. മേരി ഗാഡി കഹാം ഗയി, എൻ്റെ കാർ എവിടെ പോയി? മേരി ഗാഡി കഹാം ഗയി, എൻ്റെ കാർ എവിടെ പോയി? മേരി ഗാഡി കഹാം ഗയി, എൻ്റെ കാർ എവിടെ പോയി? ഓക്കെ, തേരി ഗാഡി കിധർ ഹെ, നിൻ്റെ വണ്ടി എവിടെയാണ്? തേരി ഗാഡി കിധർ ഹെ, നിൻ്റെ വണ്ടി എവിടെയാണ്? അപ്പം ഈ ഗാഡി ഒരു സ്ത്രീലിംഗ ശബ്ദമായതിനാലാണ് നമ്മളിങ്ങനെ പറയുന്നത്. തേരി ഗാഡി കിധർ ഹെ, നിൻ്റെ വണ്ടി എവിടെയാണ്? നിങ്ങളുടെ എന്ന് പറയണം തുമാരി ഗാഡി കിധർ ഹെ, തുമാര ഗാഡി എന്ന് പറയരുത്. ഓക്കെ, തേര ഗാഡി എന്ന് പറയരുത്. ഈ മാത്രയിൽ തന്നെ നമ്മൾ പറഞ്ഞു ഗാഡി സ്ത്രീലിംഗമാണ്, നമ്മൾ അതിനൊരു സ്ത്രീ ആയിട്ട് കണക്കാക്കി. അപ്പം തേരി ഗാഡി കഹാം ഗയി, നിൻ്റെ വണ്ടി എവിടെ പോയി? തുമാരി ഗാഡി കഹാം ഗയി, നിങ്ങളുടെ വണ്ടി എവിടെ പോയി? ആപ്കി ഗാഡി കഹാം ഗയി, താങ്കളുടെ വണ്ടി എവിടെ പോയി? ഓക്കെ, അല്ലെങ്കിൽ ആപ്കി ഗാഡി കഹാ ഹെ, തുമാരി ഗാഡി കഹാ ഹെ, തേരി ഗാഡി കഹാ ഹെ, നിൻ്റെ വണ്ടി എവിടെ? തേരി ഗാഡി കഹാ ഹെ, തുമാരി ഗാഡി കഹാ ഹെ, നിങ്ങളുടെ വണ്ടി എവിടെ? ആപ്കി ഗാഡി കഹാ ഹെ, താങ്കളുടെ വണ്ടി എവിടെ? ഓക്കെ, മനസ്സിലായില്ലേ? നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഓക്കെ, അടുത്തത് നോക്കാം. നമുക്ക് ഉസ്കി ഗാഡി കിധർ ഹെ, നമുക്കറിയാം. നമ്മൾ ഉസ്കിയിട്ട് തൊട്ട കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് സ്ത്രീലിംഗമാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഉസ്കി എന്ന് ഉപയോഗിക്കും, അല്ലേ? തൊട്ടടുത്ത വേർഡ് സ്ത്രീലിംഗമാണെങ്കിൽ നമ്മൾ ഉസ്കി എന്ന് ഉപയോഗിക്കും. ഇവിടെ ഗാഡിയെ വന്ന് അപ്പം എന്തായി? ഗാഡി സ്ത്രീലിംഗ ശബ്ദം. ഉസ്കി ഗാഡി കിധർ ഹെ, അവൻ്റെ കാർ എവിടെ, അല്ലെങ്കിൽ അവളുടെ കാർ എവിടെ? രണ്ടിനും നമ്മൾ എന്താ ഉപയോഗിക്കുക? ഉസ്കി. ഓക്കെ, ഉസ്കി കാർ കിധർ ഹെ, ഗാഡിക്ക് പകരം കാർ ഉപയോഗിച്ചു. ഉസ്കി കാർ കിധർ ഹെ, അവൻ്റെ കാർ എവിടെ, അല്ലെങ്കിൽ അവളുടെ കാർ എവിടെ? ഉസ്കി കാർ കഹാ ഹെ, അവൻ്റെ കാർ എവിടെ, അവളുടെ കാർ എവിടെ? ഓക്കെ,
ഇതുവരെ ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ മേരി, തേരി, ആപ്കി, ഉസ്കി തന്നെ പറഞ്ഞ് പഠിക്കണം. ഉൻകി കാർ, അവരുടെ കാർ, ഉൻകി കാർ. മേരി ഗാഡി ഖരാബ് ഹോഗി, എൻ്റെ വണ്ടി കേടായി. മേരി ഗാഡി ഖരാബ് ഹോഗി, എൻ്റെ വണ്ടി കേടായി. ठीक है, മേരി ഗാഡി ഖരാബ് ഹോഗി, എൻ്റെ വണ്ടി കേടായി എന്നാണ്. ഓക്കെ, മേരി ഗാഡി ഖരാബ് ഹോഗി, ഗാഡി ഖരാബ് ഹോഗി മേരി, അങ്ങനെയും പറയാം. മേരിനെ പിടിച്ച് അവസാനം കൊണ്ടിട്ട്. ഓക്കെ, ക്യാ തെരി ഗാഡി ഖരാബ് ഹോഗി, നിൻ്റെ വണ്ടി കേടായോ? ക്യാ ആപ്കി ഗാഡി ഖരാബ് ഹോഗി, താങ്കളുടെ വണ്ടി കേടായോ? ക്യാ തുമാരി ഗാഡി ഖരാബ് ഹോഗി, നിങ്ങളുടെ വണ്ടി കേടായോ? ക്യാ ഉസ്കി ഗാഡി ഖരാബ് ഹോഗി, എന്താ അവൻ്റെ വണ്ടി കേടായോ അല്ലെങ്കിൽ അവളുടെ വണ്ടി കേടായോ? അവിടെ മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കണ്ടൂ. ഉസ്കി ഗാഡി എന്ന് പറഞ്ഞാൽ അവൻ്റേതാവാം അവളുടേതാവാം. നമ്മൾ ആരെക്കുറിച്ചാണോ പറയുന്നത് അത് അവനാണെങ്കിലും ഉസ്കി ഗാഡി, നമ്മൾ ആരെക്കുറിച്ചാണോ പറയുന്നത് അത് അവളാണെങ്കിലും ഉസ്കി ഗാഡി. ഓക്കെ, നോക്കാം നമുക്ക് അടുത്ത സെൻറ്റൻസ്. മുझे अपनी कार धोनी है, മുझे अपनी कार धोनी है. അപ്ന അപ്നെ അപ്നി പഠിക്കാത്തവർ അത് ക്ലാസ് പോയിട്ട് പഠിക്ക്. ഓക്കെ, മുझे अपनी कार धोनी है, എനിക്ക് എൻ്റെ വണ്ടി കഴുകണം. മുझे अपनी कार धोनी है. കാർ ഇവിടെ വന്നുകൊണ്ട് എന്തായി? അപ്നി വന്നു, അപ്ന വരില്ല. ഓക്കെ, അത് ആ പഠിച്ചവർക്ക് മനസ്സിലാവും. ധോനി ഹെ അല്ലെങ്കിൽ ദുലായി കർണി ഹെ എന്ന് പറയാം. ठीक है, എൻ്റെ വണ്ടി എനിക്ക് കഴുകണം അല്ലെ ദുലായി കർണി ഹെ എന്ന് പറയാം. ठीक है, ഗാഡി ദുലായി കർണി ഹെ, കാറ് കഴുകണം. ആരാ കഴുകുന്നത്? വണ്ടിയെ കഴുകുന്നത് അല്ലെ വണ്ടീനെ കഴുകുന്നത്. അപ്പം ഗാഡി ദുലായി കർണി ഹെ, ദുലായി കർണ ഹെ അല്ലെ ദുലായി കർണി ഹെ. അത് ആണ് പറഞ്ഞാലും പെണ്ണ് പറഞ്ഞാലും ഗാഡി ദുലായി ഹോനി ഹെ അല്ലെ ഗാഡി ദുലായി കർണി ഹെ. അർജുൻ കി ഗാഡി അബി തക് നഹി മിലി അല്ലേ, വെരി ബാഡ്. അപ്പോൾ അർജുൻ്റെ കാർ ഇതുവരെ കണ്ടെത്താനായില്ല. അർജുൻ കി ഗാഡി, അർജുൻ കി ഗാഡി, ഗാഡി സ്ത്രീലിംഗ ശുദ്ധമായതുകൊണ്ടാണ് അർജുൻ കി ഗാഡി വന്നത്. ഓക്കെ, അവിടെ ഒരു ഗർ ആണെങ്കിൽ അർജുൻ ക ഗർ എന്നായി മാറും. കാരണം ഗർ ഒരു പുല്ലിംഗ ശബ്ദമാണ്. ഇവിടെ ഗാഡി ആയതുകൊണ്ടാണ് അർജുൻ കി ഗാഡി എന്ന് വന്നത്. ഓക്കെ, അർജുൻ കി ഗാഡി അബി തക് നഹി മിലി, നഹി മിലി വന്നു. കാരണം എന്താണ്? വണ്ടിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്, അർജുനെ കുറിച്ചല്ല പറയുന്നത്, അർജുൻ്റെ വണ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അർജുൻ കി ഗാഡി അബി തക് നഹി മിലി, അർജുൻ്റെ വണ്ടി ഇതുവരെ കണ്ടെത്താനായില്ല അല്ലേ. അപ്പോൾ അത് നിങ്ങൾ ആ സെൻറ്റൻസ് നോക്ക്. അവിടെ കി ഗാഡി മിലി, അപ്പോൾ അവിടെ അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഈ ഗാഡിയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം നമ്മൾ ഈ മാത്രയാണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, നമ്മൾ ദിവസം ഉപയോഗിക്കുന്നതാണ് അല്ലേ ഗാഡി. ഏത് സിറ്റുവേഷനിലും നമുക്ക് ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത് സെൻറ്റൻസുകൾ. ഗാഡി ആനേ വാലി ഹെ, പ്ലാറ്റ്ഫോമിൽ നിൽക്കുവാണ്. ഗാഡി ആനേ വാലി ഹെ, വീട്ടിലേക്ക് വിളിച്ചിട്ട് വീട്ടിൽ നിന്ന് ചോദിച്ചു എന്തായി നീ വണ്ടി കയറിയാ? ഇല്ല, ഗാഡി ആനേ വാലി ഹെ, ആ വണ്ടി ഇപ്പം എത്തും. ഗാഡി ആനേ വാലി ഹെ, ഗാഡി വരാൻ ട്രെയിൻ വരാൻ പോവുകയാണ്. ഓക്കെ, ഗാഡി ആനേ വാലി ഹെ, ട്രെയിൻ ഗാഡിക്ക് പകരം ട്രെയിൻ ഉപയോഗിച്ച് നോക്ക്. ട്രെയിൻ ആനേ വാലി ഹെ, ട്രെയിനിന് നമ്മൾ ഗാഡി എന്ന് തന്നെ പറയും. റെയിൽ ഗാഡി എന്നാണ് പറയുക, പക്ഷെ ഗാഡി എന്ന് തന്നെ പറയും. അപ്പോൾ ഗാഡി അന്നേ വാലി ഹെ. ठीक है, ഗാഡി ജാനേ വാലി ഹെ, ആ ട്രെയിൻ പുറപ്പെടാൻ പോവുകയാണ്. ഗാഡി ജാനേ വാലി ഹെ. ഓക്കെ, നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ കമൻറ്റ്. ഓക്കെ, നിർദ്ദേശ അഭിപ്രായം എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഗാഡി ജാനേ വാലി ഹെ, ട്രെയിന് പുറപ്പെടാൻ പോകുന്നു. ഗാഡി ജാനേ വാലി ഹെ, ട്രെയിൻ പുറപ്പെടാൻ പോകുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇതല്ലേ, ഗാഡി ജാനേ വാലി ഹെ. ട്രെയിൻ നിക്കൽനേ വാലി ഹെ, ട്രെയിൻ പുറപ്പെടാൻ പോകുന്നു തന്നെയാണ് അർത്ഥം. ട്രെയിൻ നിക്കൽനേ വാലി ഹെ, ട്രെയിൻ നിക്കൽനേ വാലാ ഹെ എന്ന് പറയരുത്. ഓക്കെ, അല്ലെ ട്രെയിൻ ജാനേ വാലാ ഹെ എന്ന് പറയരുത്, ട്രെയിൻ ആനേ വാലാ ഹെ എന്ന് പറയരുത്. എന്ത് പറയും നമ്മൾ? ഈ മാത്ര. അതൊരു സ്ത്രീയാണോ? ഗാഡി ഒരു സ്ത്രീയാണോ? അങ്ങനെ വിചാരിക്കുക. ഗാഡി ആനേ വാലി ഹെ, ഗാഡി ജാനേ വാലി ഹെ, ട്രെയിൻ നിക്കൽനേ വാലി ഹെ, ട്രെയിൻ നിക്കൽ ഗയി. ठीक है, ട്രെയിൻ ജാനേ ലഗ് ഗയി. നോക്ക് എത്ര സെൻറ്റൻസുകൾ. ട്രെയിൻ ആനേ ലഗ് ഗയി, ട്രെയിൻ ആ രഹി ഹെ. എന്താ പറയുക? ട്രെയിൻ ആ രഹി ഹെ എന്നേ പറയൂ. ആ ട്രെയിൻ വരുന്നുണ്ട്. ട്രെയിൻ ജാ രഹി ഹെ, ട്രെയിൻ പോകുന്നു. വ്യക്തം, വളരെ വ്യക്തം. ഓക്കെ, നോക്കാം നമുക്ക് അടുത്തത്. ട്രെയിൻ നിക്കൽ ഗയി, ട്രെയിൻ നിക്കൽ ഗയി എന്ന് പറഞ്ഞാൽ ആ ട്രെയിന് പുറപ്പെട്ടു, തീവണ്ടി പുറപ്പെട്ടു. ട്രെയിൻ നിക്കൽ ഗയി. ട്രെയിൻ ചലി ഗയി. ठीक है, ട്രെയിൻ ചൽപ്പടി എന്നൊക്കെ പറയും നമ്മൾ. ട്രെയിൻ ചൽപ്പടി അല്ലെ ട്രെയിൻ ചലി ഗയി. ട്രെയിൻ തീവണ്ടി പുറപ്പെട്ടു, തീവണ്ടി പുറപ്പെട്ടു. ട്രെയിൻ ചലി ഗയി, ട്രെയിൻ ചൽപ്പടി. ഓക്കെ, നെക്സ്റ്റ്. മുझे ട്രെയിൻ മിൽ ഗയി. ആർക്കാ കിട്ടിയത്? എനിക്ക്. എന്താ കിട്ടിയത്? ട്രെയിനാണ് കിട്ടിയത്. മുझे ട്രെയിൻ മിൽ ഗയി, എനിക്ക് ട്രെയിൻ കിട്ടി. ഓക്കെ, മുझे ട്രെയിൻ മിൽ ഗയി. നേരെ മറിച്ച് ഞാൻ വണ്ടിയിൽ ഇരുന്നു എന്ന് എങ്ങനെ പറയും? മേ ട്രെയിൻ മേ ബൈറ്റ് ഗയാ. അത് ഞാനാണെങ്കിൽ മേ ട്രെയിൻ മേ ബൈറ്റ് ഗയ എന്ന് പറയും. സ്ത്രീ ആണെങ്കിൽ മേ ട്രെയിൻ മേ ബൈറ്റ് ഗയി എന്ന് പറയും. ഓക്കെ, അത് ഞാൻ എന്നെക്കുറിച്ചാണ് പറയുന്നത്.
ഓക്കെ, അത് ഞാൻ എന്നെക്കുറിച്ചല്ലേ പറയുന്നുള്ളൂ. ഞാൻ വണ്ടി കയറി എന്ന് അങ്ങനെ പറയും, മേ ട്രെയിൻ മേ ബൈഠ് ഗയ. ഓക്കെ, ക്ലിയർ അല്ലേ? നോക്കാം നമുക്ക്. ക്യാ തുജെ ട്രെയിൻ മിലി? നിനക്ക് ട്രെയിൻ കിട്ടിയോ? ക്യാ തുജെ ട്രെയിൻ മിലി? തുജെ ട്രെയിൻ മിലി ക്യാ? നിനക്ക് വണ്ടി കിട്ടിയോ? ക്യാ തുജെ ട്രെയിൻ മിലി? ക്യാ തുമേ ട്രെയിൻ മിലി? നിങ്ങൾക്ക് വണ്ടി കിട്ടിയോ? ക്യാ തുമേ ട്രെയിൻ മിലി? നിങ്ങൾക്ക് വണ്ടി കിട്ടിയോ? ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, മേ ട്രെയിൻ മേ ബൈഠ് ഗയ. ഓക്കെ, ഇപ്പോൾ ഇത്രയും നമ്മൾ ആ മാത്രയിൽ ഈ മാത്രയിലെല്ലാം സംസാരിച്ചു. പക്ഷേ ഞാൻ എന്നെക്കുറിച്ച് പറയുമ്പോൾ മേ, ठीक है, മേ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വഹ് എന്ന് പറയുമ്പോൾ, തു എന്ന് പറയുമ്പോൾ, തും എന്ന് പറയുമ്പോൾ, ആപ്പ് എന്ന് പറയുമ്പോൾ ഒക്കെ, നമ്മൾ യഹ് എന്ന് പറയുമ്പോൾ ഒക്കെ അത് ആണാണോ പെണ്ണാണോ നോക്കിയിട്ട് നമ്മൾ ആ മാത്രയിൽ അല്ലെങ്കിൽ ഈ മാത്രയിൽ സംസാരിക്കണം. ठीक है, മേ ട്രെയിൻ മേ ബൈഠ് ഗയ. ഞാനൊരു പുരുഷൻ, മേ ട്രെയിൻ മേ ബൈഠ് ഗയ, ഞാൻ വണ്ടിയിൽ കയറി. സ്ത്രീ പറയുമ്പോൾ എങ്ങനെ പറയും? മേ ട്രെയിൻ മേ ബൈഠ് ഗയി, ഞാൻ വണ്ടിയിൽ കയറി, വണ്ടിയിലിരുന്നു. ഓക്കെ, വണ്ടിയിലിരുന്നു. മേ ട്രെയിൻ മേ ബൈഠ് ഗയ, ഞാൻ വണ്ടിയിലിരുന്നു. മേ ട്രെയിൻ മേ ബൈഠ് ഗയി സ്ത്രീ പറയുമ്പോൾ, ഞാൻ വണ്ടിയിലിരുന്നു. മേ ട്രെയിൻ മേ ചढ़ गया, ഞാൻ വണ്ടിയിൽ കയറി. ചढ़ गया എന്ന് പറയും. ठीक है, മേ ട്രെയിൻ മേ ചढ़ गया, ഞാൻ വണ്ടിയിൽ കയറി. സ്ത്രീ പറയുമ്പോൾ മേ ട്രെയിൻ മേ ചढ़ गई. ഓക്കെ, ഞാൻ ട്രെയിനിൽ കയറി. അപ്പോൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. ട്രെയിൻ, വണ്ടി, ഗാഡി, ട്രെയിൻ, ഉഠാൻ എല്ലാം ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. സ്ത്രീയാണെന്ന് വിചാരിച്ചോ. ഓക്കെ, സ്ത്രീയാണ്. നമ്മളൊരു സ്ത്രീയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് വിചാരിച്ച് നിങ്ങൾ സംസാരിച്ചാൽ മതി. എല്ലാം ഈ മാത്രമല്ല നിങ്ങൾ സംസാരിച്ചോ. ഓക്കെ, തെറ്റിക്കോ? ഇനി തെറ്റിക്കില്ല. ഈ വീഡിയോ കണ്ട ഇനി ആരും തെറ്റിക്കാൻ പോകുന്നില്ല. വീഡിയോ ഉപകാരപ്രദമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം. ഓക്കെ, അവർക്കും ഉപകാരപ്രദമായിക്കോട്ടെ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ്, നിങ്ങളുടെ അത് നിർദ്ദേശങ്ങൾ എന്തായിക്കോട്ടെ, അഭിപ്രായങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ ലൈക്ക് ആയിക്കോട്ടെ. അതുകൂടാണ്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നൽകാവുന്നതാണ്. ഓക്കെ, നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വരാം.